ആലുവ എടയാറിലെ അറവു മാലിന്യ സംസ്കരണശാലയിൽ നിന്നുമുള്ള ദുർഗന്ധം അസഹനീയമായതോടെ സമീപത്തെ വ്യവസായശാലകളിലെ ജീവനക്കാരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത്. അറവു മാലിന്യങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് കോഴിത്തീറ്റയും ഓയിലും ഉൽപ്പാദിപ്പിക്കുന്ന അലയൻസ് മറൈൻ പ്രൊഡക്റ്റ് എന്ന കമ്പനിയിൽ നിന്നുമാണ് പ്രദേശമൊന്നാകെ ദുർഗന്ധം പരക്കുന്നത്. ഇൻഡോ ജർമ്മൻ കാർബൈഡ് തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ദിവസേന 30 മെട്രിക് ടണ്ണോളം അറവു മാലിന്യം അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താൻ ശേഷിയുള്ളതാണ് അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് എന്ന വ്യവസായശാല. ഇവിടെ എത്തുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയ രീതിയിൽ സംസ്കരിക്കാത്തതാണ് പരിസരത്ത് ദുർഗന്ധം പരത്താൻ കാരണമെന്ന് സമീപ വ്യവസായശാലകളിലെ ജീവനക്കാർ പറയുന്നു. ആ പ്ലാന്റിൽ നിന്നുള്ള അതിരൂക്ഷമായ ദുർഗന്ധം മൂലം ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കുവാനോ അതുപോലെ സമാധാനത്തോടു കൂടി ജോലി ചെയ്യുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പല ദിവസങ്ങളിലും തൊഴിലാളികൾ വൊമിറ്റിങ്, ദേഹാസ്വാസ്ഥ്യം മുതലുള്ള ആരോഗ്യ പ്രശ്നം കാരണം ഹോസ്പിറ്റലുകളിൽ വരെ അഡ്മിറ്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവധി ദിനങ്ങൾ കഴിഞ്ഞുള്ള ദിനങ്ങളിൽ പരമാവധി ശേഷിയേക്കാൾ കൂടുതലെത്തുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംഭരിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലെന്നും കൃത്യമായ ബയോഫിൽട്ടർ അടക്കം മാറ്റാതെയാണ് പ്രവർത്തനമെന്നുമാണ് ആരോപണം. സമീപ വ്യവസായശാലകളിലെ 300ഓളം വരുന്ന ജീവനക്കാരാണ് ദുർഗന്ധം മൂലം കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. 3 ഷിഫ്റ്റുള്ള സമീപത്തെ വ്യവസായശാലകളിൽ ജീവനക്കാരിൽ പലർക്കും ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ലെന്നും ഇവർ പറയുന്നു. ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധത്തിനൊപ്പം അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് കമ്പനിയുടെ തൊഴിലാളികളും പ്രതിരോധ സംഗമം നടത്തി. തങ്ങളുടെ സ്ഥാപനം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും PCBയുടെ നിർദ്ദേശങ്ങളെ തുടർന്ന് അടച്ചിട്ടെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നുവെന്ന് വ്യക്തമായതിനാലാണ് തുടർ പ്രവർത്തനത്തിന് അനുമതി ലഭിച്ചതെന്നുമാണ് അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് കമ്പനിയുടെ വാദം. ഓർഗാനിക് വസ്തുക്കളാണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഓർഗാനിക് കൊണ്ട് എന്തെങ്കിലും വിഷമാലിന്യം ഉണ്ടാവുമോ? പെരിയാറിലെ മത്സ്യം ചത്തത് ഇവിടുന്ന് പോയതാണെന്നാണ് ഇപ്പോൾ അവിടെ അലോട്ട്മെന്റ് ചെയ്തവര്. അത് ശരിയാണ്. എടയാർ വ്യവസായ മേഖലയാണെങ്കിലും ഇവിടെയുള്ള അസഹ്യമായ ഗന്ധം പുറമേ നിന്നെത്തുന്നവർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.